നമസ്കാരം. ആസാമിലെ സിൽച്ചറിലാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ത്രിപുരയുടെ ക്യാപിറ്റലായ അഗർത്തലയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഞങ്ങൾ ഇതുവരെയും ത്രിപുര എന്ന സംസ്ഥാനത്തേക്ക് യാത്ര ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ സിൽച്ചർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ 8:30 അഗർത്തലയിലേക്ക് പോകുന്ന എക്സ്പ്രസിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. രാവിലെ 7 മണി ആയതേ ഉള്ളൂ. അപ്പോൾ സിൽച്ചർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ വണ്ടി പുറപ്പെടാൻ ഇനി ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ റിട്ടയറിംഗ് റൂമിൽ താമസിക്കുന്നുണ്ട്. നമ്മുടെ ബാഗൊക്കെ അവിടെയാണുള്ളത്. ഇനി നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോവാം. സിൽച്ചറിൽ ഞങ്ങളെടുത്ത റിട്ടയറിംഗ് റൂം ഇതാണ്. ഡബിൾ ബെഡ്റൂമാണ്. അപ്പോൾ ഇത് നോൺ AC റൂമാണ്. ഇതിൻ്റെ ചാർജൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. നല്ല റൂമാണ് കേട്ടോ, നല്ല സ്പേസ് ഒക്കെ ഉള്ള അടിപൊളി റൂം തന്നെയാണ്. ഇനിയിപ്പം നമുക്ക് ഇതൊക്കെ ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് പോകാനുള്ള ട്രെയിൻ ഇതാ കിടക്കുവാണ്. നേരെ അങ്ങോട്ട് തന്നെ പോവാം. സിൽച്ചർ, അതായത് സിൽച്ചർ റെയിൽവേ സ്റ്റേഷൻ്റെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ് ഇത്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇതാണ് നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോമോട്ടീവ്, WDP-4D. സിലിഗുഡി ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള ലോക്കോമോട്ടീവാണ്. ട്വിൻ ലോക്കോമോട്ടീവാണ്, അതായത് 2 ലോക്കോമോട്ടീവുകളുണ്ട്. രണ്ടും WDP-4D തന്നെയാണ്. അതുപോലെ ഈ ട്രെയിൻ ലോക്കോ റിവേഴ്സിലൊക്കെ ഉണ്ട് കേട്ടോ. ഈ നമ്മളെ ട്രെയിനിലുണ്ടല്ലോ മുഴുവൻ ഒരു കാവി കൊടികളാണ്. ഇതെന്തിനാ കിട്ടിയതെന്ന് അറിയത്തില്ല. എല്ലാ കോച്ചിലും ഉണ്ടത്. ഈ ട്രെയിനിൽ റിസർവേഷൻ കോച്ചുകളായിട്ട് 2 സ്ലീപ്പറും 1 തേർഡ് AC-യും 1 ചെയർകാറും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ B1 കോച്ചാണ്, തേർഡ് AC. സിൽച്ചർ അഗർത്തല. ട്രെയിൻ നമ്പറൊക്കെ ഇതാ ഇവിടെ നല്ല വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 156-64 അതാണ് ട്രെയിൻ നമ്പർ. ഓൾഡ് ICF കോച്ച്, നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേ സോണിൻ്റെ കീഴിലുള്ള ട്രെയിനാണ്. ഇത് 2013 ബിൽഡ് ചെയ്ത കോച്ചാണ്. നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്നതിൻ്റെ സ്ലീപ്പറിലാണ്. സ്ലീപ്പറിൽ S2. സിൽച്ചറിന്ന് അഗർത്തലയിലേക്ക് 250 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന കോച്ച് സ്ലീപ്പറിൽ S2 ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് കയറാം. ആൾക്കാരൊക്കെ കയറി തുടങ്ങി. നമ്മുടെ ബെർത്ത് 19-ഉം 22-ഉം ആണ്. 22 ഇവിടെ ഉണ്ട്, 19 ഇവിടെ ഉണ്ട്. 2 അപ്പുറത്താണ്. സ്ലീപ്പറിൻ്റെ തൊട്ടപ്പുറത്തേക്ക് പിന്നെ ഉള്ളത് അൺറിസേർവ്ഡ് ആണ്. എല്ലാം ഓപ്പൺ ആയിട്ട് തന്നെയാണ് ഉള്ളത്. ആൾക്കാരെന്തായാലും ഇതിലൂടെയൊക്കെ വരും. സിൽച്ചറിന്ന് അഗർത്തല വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വരുന്ന ടിക്കറ്റ് ചാർജ് 185 രൂപയാണ്. അതുപോലെ തന്നെ ഒരാഴ്ച മുന്നെയാണ് ഞങ്ങൾ ഈ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തത്. ഒരുപാട് അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ന് സ്ലീപ്പർ ക്ലാസ് എടുത്തല്ലോ. ഈ സ്ലീപ്പർ ക്ലാസ് ജനറൽ ആവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ റൂട്ട് വഴി ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതിന്റെ തൊട്ടിപ്പുറത്തും ജനറൽ ക്ലാസ് ആണല്ലോ. പിന്നെ സ്റ്റേഷനിൽ തന്നെ നല്ല തിരക്കും വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെ, ഇന്ന് ഇതിലൂടെ പോകുന്ന ഒരു വണ്ടി ക്യാൻസലും കൂടിയാണ്. അപ്പൊ ആ ട്രെയിനിലത്തെ ആൾക്കാർ കൂടി ഇതിലോട്ട് കയറുമോന്ന് അറിയില്ല. സിൽച്ചർ റെയിൽവേ സ്റ്റേഷനിൽ കറക്റ്റ് 8:30 തന്നെ നമ്മൾ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. സിൽച്ചറിനോട് വിട. ഇവിടെയാണ് യാർഡ്. നമ്മളിപ്പോൾ എത്രയോ പുറകിലാണ്. നമ്മളിനിപ്പോൾ ഒരു 10-50 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ നിന്ന് ലോക്കോ റിവേഴ്സിലുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം മുന്നിലെത്തും. ട്രെയിൻ ഇപ്പോൾ അരുണാചൽ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. ഇവിടുന്ന് നമുക്ക് മണിപ്പൂരിലേക്ക് പോവാം. ജിരിബാമിലേക്ക് 50 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ ജംഗ്ഷൻ വരാൻ കാരണം അവിടത്തേക്കൊരു റൂട്ട് പോകുന്നുണ്ട്. ഇതാണ് ആ സ്റ്റേഷൻ. ഇവിടെ നിർത്താൻ കാരണം റങ്കിയിൽ നിന്ന് സിൽച്ചറിലേക്കുള്ള ഒരു എക്സ്പ്രസ് വരാനുണ്ടായിരുന്നു. അത് വരുന്നുണ്ട്.
ഈ റംഗിയ എന്ന് പറഞ്ഞത് ഗുവാഹട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കണ്ട, ഒരു കൂട്ടം പശുക്കളത്ര ഉണ്ട് അങ്ങ് അവിടെ. ഈ ട്രെയിനിന്റെ സ്പീഡ് ഇത്രയേ ഉള്ളൂ കേട്ടാ. ഈ ഒരു സ്പീഡിൽ തന്നെ സിൽച്ചാർ മുതൽ ഇപ്പം ഇവിടം വരെ വന്നത്. ഈ കാണുന്ന ട്രാക്കില്ലേ, അത് മിസോറാം എന്ന് വരുന്ന ട്രാക്കാണ്, ഭൈരവി. ഇപ്പൊ കട്ടാക്കൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേഷനിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരെ മിസോറാം. സിംഗിൾ ട്രാക്കാണ്, ഇലക്ട്രിഫൈഡ് ആണ്. പക്ഷെ എന്നാലും ഇവിടെയൊക്കെ ഡീസൽ ലോക്കോമോട്ടീവുകൾ മാത്രമേ ഉള്ളൂ. ഒരൊറ്റ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളും ഞങ്ങൾ കണ്ടില്ല. പിന്നെ അങ്ങ് അവിടെയൊക്കെ മലനിരകളാണ്. കട്ടാക്കൽ ജംഗ്ഷൻ, ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇതാ ഇവിടെ നിന്ന് വണ്ടി എടുത്തിരിക്കുകയാണ്. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇത് ജംഗ്ഷൻ വരാൻ കാരണം നേരത്തെ നമ്മളൊരു റൂട്ട് കാണിച്ചില്ലേ, അതും പിന്നെ നമ്മളിപ്പോൾ വന്ന സിൽച്ചാറും ഇനിയിപ്പോൾ പോകാൻ പോകുന്ന ഒരു റൂട്ടും 3 റൂട്ടായപ്പോൾ ജംഗ്ഷനായി. അതുപോലെ തന്നെ മിസോറാമിലത്തെ ഭൈരവിലേക്ക് വിടുന്ന 83 കിലോമീറ്റർ ആണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ നോർത്ത് ഈസ്റ്റിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും റെയിൽ കണക്ടിവിറ്റി ഉണ്ട് എന്നല്ല ഇതിൽ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ട്രെയിൻ ഇപ്പോൾ ബദർപൂർ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി ഒരു ട്രാക്ക് കാണുന്നില്ലേ, ഇത് നേരെ ന്യൂ ഹഫ്ലോങ് ലംഡിങ് വഴി ഗുവാഹട്ടിയിലേക്ക് പോകുന്ന ലൈനാണ്. സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. സ്റ്റേഷനിലെത്തി. 9:30 ബദർപൂർ ജംഗ്ഷൻ, പ്ലാറ്റ്ഫോം നമ്പർ 1. ഈ റൂട്ടിലെ മെയിൻ സ്റ്റേഷനാണിത്. ബദർപൂരിൽ വണ്ടി എത്തിയത് ബിഫോർ ടൈം ആണ് കേട്ടോ. ഇവിടെ 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്, 9:50 വണ്ടി എടുക്കുള്ളൂ. അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന കട്ടാക്കാൽ ആ ഒരു വഴി വന്നു. അതുപോലെ തന്നെ ഈ പോകുന്ന കരീംഗഞ്ച് ജംഗ്ഷൻ അങ്ങോട്ട് പോകുന്ന റൂട്ട്, പിന്നെന്ന് വെച്ചാൽ ന്യൂ ഹഫ്ലോങ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് ജംഗ്ഷൻ വന്നത്. ഇവിടുന്ന് വാട്ടറിംഗ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ബദർപൂരിനൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് 2, 3. ഇപ്പം ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. നമ്മൾ ഇവിടുന്ന് രാവിലെ കഴിക്കേണ്ട പൂരി വാങ്ങിക്കാന്ന് കരുതി. 2 പ്ലേറ്റ് പൂരി. സബ്ജി വേണ്ടെന്ന് പറഞ്ഞേട്ടാ നബി, കറി വേണ്ടെന്ന് പറഞ്ഞേ. 4 പൂരി ഉണ്ട്. അതുപോലെ തന്നെ ഇത് സോയാബീനാണ്. പിന്നെ ഇവിടെ ഒരു അച്ചാറുണ്ട്. പിന്നെ ഇത് ഒരു ഉരുളക്കിഴങ്ങുള്ള ഒരു ചെറിയൊരു കറി. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നില്ല, സോയാബീൻ എടുക്കാം. പിന്നെ അച്ചാറിന് രാവിലെ തന്നെ എരിവ് കഴിക്കാൻ കഴിയില്ല കേട്ടോ. 40 രൂപയാണ് ഒരു പ്ലേറ്റിനായത്. നമുക്കിതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് അറിയണമല്ലോ. സോയാബീൻ്റെ ആ കറിക്ക് വലിയ എരിവൊന്നുമില്ല. പിന്നെ ഈ പൂരിയൊക്കെ വെറുതെ തിന്നാനും നല്ല രസമാണ്. നല്ല ചൂടുണ്ട്. ഇവിടെ ഒരുപാട് നേരം വണ്ടി നിന്നു കേട്ടോ. 9:50 ഇപ്പം. ഇവിടെ റെയിൽവേൻ്റെ റിട്ടയറിംഗ് റൂമൊക്കെ ഉണ്ട്. ആ ഒരു സൗകര്യം ഈ ഒരു സ്റ്റേഷനിൽ അവൈലബിൾ ആണ്. വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് ബദർപൂർ. എല്ലാ സ്ഥലത്തും നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ റൂട്ടിലൊരു പ്രധാന സ്റ്റേഷനാണിത്. സിൽച്ചാർ നേരെ ഗുവാഹട്ടിയിലേക്ക് പോകുമ്പം ഇവിടുന്ന് ലോക്കോ റിവേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ അപ്പുറപ്പുറത്തിൻ്റെ മുകളിലത്തെ ഈ ഫാൻ്റെ പൊടി നിങ്ങൾ കണ്ട ചേട്ട പൊന്നു, ഇതൊക്കെ കൊണ്ടാൽ തന്നെ നോക്കി ഇത് മൊത്തം പൊടിയാണ് കേട്ടോ. അല്ല, അലർജി വരൂലേ? ഒരു ക്ലീനിങ് ഒന്നുമില്ല. അല്ല, ഇതിപ്പോ ഈ ട്രെയിനിന്റെ മാത്രമല്ല കേട്ടോ, ഒട്ടുമിക്ക ഇന്ത്യയിലത്തെ എല്ലാ ട്രെയിനിന്റെ അവസ്ഥ തന്നെയാണ്. അതുപോലെ ഈ അപ്പുറപ്പുറത്തിന്റെ മുകളിൽ വരെ ചാർജിങ് പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് അപ്പുറപ്പുറത്തിന്റെ മുകളിൽ കിടക്കുന്നവർക്ക് സുഖമായിട്ട് തന്നെ ചാർജ് ചെയ്യാം. ആ കാര്യം പറയുമ്പോൾ ഈ ഉത്കൃഷ്ട കോച്ചിൽ പൊതുവെ ഉണ്ടാവാറില്ല. നമുക്ക് നോക്കാം, കയറുമെന്നൊന്നും അറിയില്ല. എല്ലാം കണക്ട് ചെയ്ത് നോക്ക്. ട്രെയിൻ ഇപ്പൊ ബംഗ്ലാദേശ് ബോർഡർ വഴി ആണ് പോകുന്നത്. ഇവിടുന്ന് തൊട്ടടുത്താണ് ബംഗ്ലാദേശ്. ഒരു റിവർ ഉണ്ട്, കുഷിയാര റിവർ. ആ റിവറിന്റെ അപ്പുറത്ത് ബംഗ്ലാദേശാണ്. ട്രെയിൻ ഇപ്പൊ കരീംഗഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തെത്തി. അതായത് ആ നദീൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ബംഗ്ലാദേശ് കാണാം.
അപ്പോൾ ഇതൊക്കെ ബോർഡറോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ്. മാപ്പ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ, ഈ നദീൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്നതാണ് ബംഗ്ലാദേശ്. അതായത് ആ ഒരു ബോർഡർ ലൈൻ, ആ ഒരു കറുത്ത ലൈൻ കാണുന്നില്ല, അതാണ് ബോർഡർ ലൈൻ. നമുക്കത് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സില്ലറ്റൊക്കെ കാണാൻ വേണ്ടി പറ്റും. സില്ലറ്റെല്ലാം ബംഗ്ലാദേശിലെ നഗരമാണ് കേട്ടോ. ഇതാണ് ബംഗ്ലാദേശ്. അത്രയും അതിർത്തി വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇനിയിപ്പോൾ അഗർത്തലയിലേക്ക് പോകാനുള്ള ഒരു ലൈൻ. ഇവിടെ നിന്ന് ഇനിയിപ്പം ലോക്കോ റിവേഴ്സിലുണ്ട്. 11:10 കരീംഗഞ്ച് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ 20 മിനിറ്റിന് മുകളിൽ എന്തായാലും വണ്ടി നിൽക്കും. അവിടെയുള്ള ആ ഒരു ലോക്കോമോട്ടീവ് അതുവഴി ഇങ്ങനെ കറങ്ങി വന്ന് നമ്മുടെ ഈ ഒരു ഡയറക്ഷനിൽ അറ്റാച്ച് ചെയ്യും. അതുപോലെ തന്നെ ഇതൊരു ഇൻ്റർനാഷണൽ റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ കണ്ടതാ, ഇവിടെ വെച്ച് അടച്ചിരിക്കുകയാണ്. അതായത് ഇവിടുന്ന് നമുക്ക് ബംഗ്ലാദേശിലേക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാം. പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഒരു സർവീസൊന്നും ഇല്ല. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം, പിന്നെ അങ്ങ് അതാണ് 2-ാം നമ്പർ പ്ലാറ്റ്ഫോം. പിന്നെ ഇതിലൂടെ ഇനിയിപ്പോൾ ഈ ട്രാക്ക് വഴി നമ്മുടെ ആ ഒരു ലോക്കോ കടന്നു പോകും. ബംഗ്ലാദേശ് ബോർഡറിന്റെ അത്ര അടുത്തേ കൂടെയാണ് ഈ കരീംഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിലവിൽ ട്രെയിൻ സർവീസുകളൊന്നും അങ്ങോട്ടേക്ക് തന്നെ ഇല്ലാന്ന് പറയാം. പിന്നെ മുമ്പേ പോയിട്ടുണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സിൽച്ചർ ഭാഗം എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റിൻ്റെ ഏറ്റവും താഴെ ഭാഗത്താണല്ലോ വരുന്നത്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ കൊൽക്കത്ത ഭാഗത്തേക്ക് പോകണമെങ്കിൽ നേരെ സിൽച്ചറിൽ നിന്ന് ന്യൂ അഫ്ലോങ് ഒക്കെ വന്ന് ലംഡിങ് വന്ന് ഗുവാഹത്തി, ന്യൂ ബോംഗാവ്, ന്യൂ ജൽപൈഗുരി അങ്ങനെ പറഞ്ഞ് ഒരുപാട് വളഞ്ഞിട്ടാണ് വരേണ്ടത്. കാരണം നമ്മുടെ ഭൂപ്രകൃതി അങ്ങനെയാണ് ഇന്ത്യയുടെ. ശരിക്കും വരുവാണെങ്കിൽ നേരെ സിൽച്ചർ നേരെ ബംഗ്ലാദേശ് വഴി നേരെ നമുക്ക് ഒറ്റയടിക്ക് നേരെ കൊൽക്കത്തയിലേക്ക് കയറാൻ പറ്റുന്നേ ഉള്ളൂ. പക്ഷെ അത് വേറെ രാജ്യമാണ്, നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടി പറ്റൂല. ഈ ന്യൂ കരീംഗഞ്ചിൽ നേരെ കുലൗറ എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ട്, ബംഗ്ലാദേശിലത്തെ ഒരു ഒരു ഭാഗമാണ് വരുന്നത്. അതുവഴി വേണമെങ്കിൽ കൊൽക്കത്തയിലേക്ക് എന്താ പറയുക ഒരു പാത പണിതാൽ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഒരുപാട് ഉപകാരവും ചെയ്യും. നമുക്ക് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ കൊൽക്കത്തയിൽ എത്തിച്ചേരാനും പറ്റും എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ കേട്ടതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാത വരുമോന്നൊന്നും നമുക്ക് അറിയില്ല. അത് പോസിബിൾ ഒന്നുമല്ല അത്ര, കാരണം ഇന്റർനാഷണൽ വേ ആവുമല്ലോ, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. ഈ ബംഗാളികൾക്ക് ഒരുപാട് അഭയാർത്ഥികളൊക്കെ ഭയങ്കര വിഷയമാണ്, നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് മിക്കവാറും അതൊന്നും പോസിബിൾ അല്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെ ലോക്കോമോട്ടീവ് ഇതുവഴി കടന്നു വരികയാണ്. അങ്ങ് അവിടെയാണ് ഫ്ലാഗ് വരുന്നത്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ലോക്കോ വരുന്നതിന് വേണ്ടി ഇവിടെ വെയിറ്റിംഗ് ആണ്. കുറേ ആൾക്കാരുണ്ട് അവിടെ, എല്ലാവരും കാണാനുള്ള ഒരു ആകാംക്ഷയിലാണല്ലോ. അറ്റാച്ച് ചെയ്യാനുള്ള ലോക്കോ ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് കാണാനുള്ള ആൾക്കാരുടെ തിരക്കേണ്ടതാ. ഇതുവഴി ഒരു കടയൊക്കെ കാണുന്നുണ്ട്, നേരെ പുറത്തേക്ക് ഇറങ്ങി പോകേണ്ട ഒരു ചെറിയ വഴി. ഇനിയൊരു 10 മിനിറ്റ് എടുക്കും ഇതൊക്കെ റെഡിയായി വരാൻ. നമ്മുടെ കോച്ചിൻ്റെ അവിടത്തോടെ തന്നെ പോവാം. സമയം 12 മണിയായേ. ബറൈഗ്രാം സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഒരു ട്രെയിൻ വരാൻ വേണ്ടി ഇവിടെ ഞങ്ങളുടെ വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഓൾറെഡി ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്, ക്രോസിംഗ് ആണ്. അതായത് ത്രിപുരയിലെ സാബ്രൂമിൽ നിന്ന് സിയാൽദയിലേക്ക് പോകുന്ന കാഞ്ചൻജംഗ എക്സ്പ്രസ് അതങ്ങുന്നതാ വരുന്നതാ. കൊടിവർത്തിയാണ് വരുന്നത്. ഇനി കുറച്ച് ദൂരം കൂടെ മാത്രമേ ആസാം വഴി ട്രെയിൻ ഓടാനുള്ളൂ. അടുത്തൊരു സ്റ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ത്രിപുരയിലോട്ട് കയറും. ഒരു 12:15 കഴിഞ്ഞു.
അതുവഴി ഒരു ഓട്ട പോകുന്നുണ്ട്. ഇവിടെ മുഴുവനും കൃഷിയാണ്. ഈ ഭാഗത്ത് കാണുന്നത് മുഴുവനും തേയിലയാണ്, തേയിലത്തോട്ടം. കാരണം ഇവിടെയൊക്കെ നല്ല തണുപ്പാണല്ലോ. വൈകുന്നേരം ഒരു 4 മണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പോഴും ചെറിയ രീതിയിൽ തണുപ്പുണ്ട്. നമ്മുടെ ആസാമിൽ ദിബ്രുഗഡ് ഇല്ലേ, ദിബ്രുഗഡ് സൈഡിലേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ തേയിലയുണ്ട്. നിങ്ങൾ വിവേക് എക്സ്പ്രസിനൊക്കെ പോകുന്ന സമയത്ത് അതൊക്കെ കണ്ടതാണ്. ഇവിടെ ഇത് ഏക്കർ കണക്കിന് തന്നെയുണ്ട്. 12:40 അങ്ങനെ ത്രിപുരയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചുറൈബാരി, അവിടെ ത്രിപുര എന്നൊക്കെ എഴുതുന്നുണ്ടതാ. അങ്ങനെ ഞങ്ങൾ ത്രിപുരയിലേക്ക് കൂടി എത്തിയിരിക്കുകയാണ്. കോച്ച് പുറകുന്ന ആടി കളിക്കുന്നുണ്ട്. അങ്ങനെ ത്രിപുരയിൽ ഇതാ വലത് കാല് വെച്ച് തന്നെ ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ടൈം ഇൻ ത്രിപുര. ഈ ത്രിപുരയിൽ ആകെ 8 ജില്ലകളാണ് ഉള്ളത്. അതിൽ നോർത്ത് ത്രിപുര ജില്ലയിലാണ് ഈ പറഞ്ഞ ചുറൈബാരിക്ക് വരുന്നത്. അടുത്ത സ്റ്റോപ്പ് വരുന്നത് ധർമ്മനഗരാണ് കേട്ടോ. ഒരു 11 കിലോമീറ്റർ പോകാനുണ്ട്. 11 കിലോമീറ്റർ. ആൾക്കാരൊക്കെ ഇറങ്ങാനൊക്കെ ഉണ്ട് ഇവിടെ. ഇനി പോകുന്ന റൂട്ടിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനാണ് ധർമ്മനഗർ. അടുത്ത സ്റ്റേഷൻ 11 കിലോമീറ്റർ പറഞ്ഞല്ലോ. അവിടെ നിന്നാണ് ഞങ്ങൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ളത്. IRCTCൻ്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ഓർഡർ ചെയ്തത്. നമ്മുടെ ബർത്തിൽ തന്നെ കൊണ്ടുതരും. അതുപോലെ തന്നെ വേറെ കാര്യമുണ്ട്, ഇതിനകത്ത് കൂടെ ഇപ്പം ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി എല്ലാം പോകുന്നുണ്ട്. ചന മസാല എല്ലാം എന്തൊക്കെയോ പോകുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഓർഡർ ചെയ്ത് കഴിക്കാൻ തന്നെ കരുതി. ധർമ്മനഗർ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കിട്ടി കേട്ടോ. ഫോൺ അടിച്ച് 5 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായത്. ഉച്ചക്ക് വാങ്ങിച്ചത് ഇത് കണ്ടോ, ഇതെന്താണെന്നറിയോ? ഇത് ലച്ചാ പറാത്ത എന്ന് പറയും. അതായത് പൊറോട്ടയില്ലേ, നമ്മുടെ നാട്ടിലത്തെ മൈദ കൊണ്ടുണ്ടാക്കുന്ന പൊറോട്ടയല്ല കേട്ടോ ഇത്. ഇത് പറാത്ത, ലച്ചാ പറാത്ത. ഈ ഭാഗത്ത് മാത്രം കൂടുതലായിട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതുണ്ട്, ഇത് 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അതിന് പുറമെ തന്നെ ഇവിടെ ചപ്പാത്തി കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഉച്ചക്ക് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് ഞാൻ വീണ്ടും ലച്ചാ പറാത്ത വാങ്ങിക്കാനുള്ള മെയിൻ റീസൺ. ട്രെയിൻ ഇപ്പോൾ കുമാർഘട്ട് സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്, അഗർത്തല സിൽച്ചർ എക്സ്പ്രസ്. ഇതിൻ്റെ മറ്റൊരു എക്സ്പ്രസ്. കുമാർഘട്ട് സ്റ്റേഷനൊക്കെ വരുന്നത് ത്രിപുരയിലെ ഉനക്കോട്ടി ജില്ലയിലാണ്. ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരനെ ഇവിടുന്ന് കയറാനൊക്കെ ഉണ്ട്. നല്ല തിരക്ക് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. നല്ല അതിലും അല്ലേ, എല്ലാം ജനറൽ മൊത്തം ഫുള്ളാന്നല്ലേ? ജനറൽ മൊത്തം ഫുള്ളാണ്. ഇതെല്ലാം ജനറൽ ഭാഗത്തേക്ക് പോകുന്നവർ തന്നെയാണ്. സ്ലീപ്പറിലേക്ക് ജനറൽ ടിക്കറ്റ് ആയിരുന്നു കയറുന്നില്ല കേട്ടോ. അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇവിടെ ഇല്ല. ട്രെയിൻ അങ്ങനെ മനു സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേരിലുള്ള റെയിൽവേ സ്റ്റേഷൻ. ധലായ് ജില്ലയിലാണ് മനു സ്റ്റേഷനൊക്കെ വരുന്നത്. ഇവരൊക്കെ ഇനി അൺറിസർവ്ഡിലേക്ക് പോകേണ്ടവരാണ്. ടി മാറ്റുന്നുണ്ട്. ടി മാറ്റുന്നുണ്ട്. ടി കയറാൻ വിടുന്നൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ അതൊക്കെ ജോലിയൊക്കെ നല്ല രീതിയിൽ തന്നെ അവരെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അങ്ങോട്ടതാ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ടല്ലോ അൺറിസർവ്ഡ്. അതിലൊക്കെ നല്ല തിരക്കാന്ന്. ഇനിയിപ്പോ അഗർത്തല എത്തുന്നതിന് മുമ്പ് ഒരു 4 സ്റ്റേഷൻ കൂടെ കഴിയാനുണ്ട്. ഈ റൂട്ടിൽ ഒരുപാട് ടണലുകളൊക്കെ ഉണ്ട്.
ശബ്ദം. സൂര്യാസ്തമയം. നമ്മളങ്ങനെ യാത്ര ചെയ്ത് അഗർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അസാമിലെ സിൽച്ചാറിൽ നിന്നും 253 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ അഗർത്തല റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ത്രിപുരയുടെ ക്യാപിറ്റൽ. 4:15 സമയം. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ തന്നെ ധർമ്മനഗറിലേക്കുള്ള പാസഞ്ചറായിട്ട് പോകുന്നുണ്ട്. അതാണ് ഇവിടെ ഇത്രയും തിരക്ക്. ഈ ട്രെയിനിൽ വന്ന ആൾക്കാരൊക്കെ ഇനിയിപ്പോൾ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് ഇതുവഴിയാണ്. നമ്മളും അതുവഴി തന്നെയാണ് പോകുന്നത്. ഇവിടെ ഇതാ അഗർത്തല എന്നുള്ള ഒരു ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞാൽ നല്ല ഇരുട്ട് വരും ഇവിടെ. അഗർത്തല. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണേ. നമ്മളിനിപ്പോൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇത് അഗർത്തല റാണി കമലാപതി എക്സ്പ്രസ് ആണ്, അതായത് സ്പെഷ്യൽ ട്രെയിൻ. ഞങ്ങളങ്ങനെ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണേ. ഇതാണ് സ്റ്റേഷൻ്റെ ഒരു മെയിൻ ഭാഗം. ഇവിടെ അഗർത്തല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ട്രെയിൻ വന്ന ആൾക്കാരുടെ തിരക്ക് കാരണം പുറത്തിറങ്ങുമ്പോൾ തന്നെ ഒരുപാട് ഓട്ടോ ചേട്ടന്മാരൊക്കെ ഓരോരോ സ്ഥലത്തിൻ്റെ പേരൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, അവിടത്തേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ്. നേരെ ടൗൺ ഭാഗത്തേക്കുള്ള വഴി ഇതുവഴിയാണ്. അപ്പോൾ നല്ല തിരക്കായിരുന്നല്ലോ ഇറങ്ങി വരുന്ന സമയത്ത്. പറഞ്ഞ സ്ഥിതിക്ക് ഓട്ടോ ഭായിമാരുണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്നും അറിയില്ല തന്നെ പറയാം കേട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല. അവർ ഏതൊക്കെയോ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഇവിടെ തന്നെ ഒരു സർക്കിളൊക്കെ ഉണ്ട്. ബത്തല എന്നൊക്കെ പറയുന്നുണ്ട്. ബത്തല. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് കണ്ടതാ. ഇവിടൊക്കെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ നിന്നാണ് നല്ലൊരു വ്യൂ സ്റ്റേഷന്റെ. സിൽച്ചറിന് തുടങ്ങിയ യാത്ര ഇവിടെ അഗർത്തല എത്തിയ സ്ഥിതിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ത്രിപുരേന്റെ കാഴ്ചകളാണ്. അതോടൊപ്പം തന്നെ ഒരു കിടിലൻ സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ വൈകാതെ തന്നെ കാണും. അപ്പോൾ ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം തന്നെ ഇതിൻ്റെ സ്ലീപ്പർ ക്ലാസ്സിൽ എടുത്തിട്ട് വരാം. ഇതിൻ്റെ ജനറൽ ക്ലാസ്സിൽ വന്നാൽ പോലും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നമ്മുടെ ബീഹാർ സൈഡിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ സീറ്റ് കൈയടക്കുന്ന ഒരു സ്ഥിതിയില്ലേ, അതൊന്നും ഈ ട്രെയിനിലില്ല. അതായത് നമ്മൾ ബാഗ് വെച്ച് ഓരോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ സീറ്റ് കയ്യേറുമോ അങ്ങനത്തെ ഒരു വിഷയം പോലും ഇല്ല. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ വിചാരിച്ചു സ്ലീപ്പർ ബുക്ക് ചെയ്യണോ, ജനറൽക്കാരൊക്കെ വന്ന് കയറി കൈയടക്കോ, AC ബുക്ക് ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ ആ ഒരു വിഷയങ്ങളൊന്നുമില്ല. നല്ല കംഫർട്ടബിൾ തന്നെ ആയിരുന്നു. കാരണം അതിലത്തെ TT നല്ല രീതിയിലാണ് ഓരോരുത്തർക്കും പെരുമാറിയത്. ജനറൽക്കാരൊക്കെ വരുമ്പോൾ തന്നെ അങ്ങനെ തന്നെ. കാരണം അതൊരു ഡ്യൂട്ടി അങ്ങനെ തന്നെയാണല്ലോ. പലരും ചിലപ്പോൾ കണ്ണടക്കുന്നവരുണ്ടാവും. പക്ഷെ അതൊന്നും ഇവിടെ ഉണ്ടായില്ല. നല്ലൊരു വണ്ടി തന്നെ ആയിരുന്നു. പിന്നെ മഴക്കാലത്ത് കുറച്ച് റിസ്കി ആയിരിക്കും. കാരണം ഫ്ലഡ് ഏരിയ ഒക്കെ ആണല്ലോ. അപ്പം ഈ സമയത്ത് വണ്ടി ക്യാൻസൽ ഒന്നുമില്ല. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ വണ്ടി ക്യാൻസലൊക്കെ ആക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ട്രെയിനിൽ സിൽച്ചാറിന് കയറുമ്പോൾ തന്നെ കുറച്ച് ട്രെയിനുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ട്രെയിൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായില്ല. അല്ല, എന്ന് വെച്ചാൽ അത് വേറെ ട്രാക്കിന്റെ വിഷയങ്ങളാണ് കേട്ടോ, വേറെ വിഷയങ്ങളൊന്നുമല്ല. അതുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്. അപ്പോൾ എന്താ പറയുക, ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു മാറ്റം ബൈ.